ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. വായു ഗുണനിലവാര സൂചിക ഇപ്പോൾ 400 മുകളിൽ രേഖപ്പെടുത്തി. പല മേഖലകളിലും കനത്ത മൂടൽമഞ്ഞും അനുഭവപ്പെടുന്നു. വിനിത വിജി വീണ്ടും ചേരുന്നു. വിനിത, പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായോ? തീർച്ചയായും ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഡൽഹിയിൽ 39 വായു ഗുണനിലവാരം പരിശോധിക്കാനുള്ള 39 കേന്ദ്രങ്ങളാണുള്ളത്. ഇതിൽ 16-ന് മുകളിലും ഈ ഗുണനിലവാര സൂചിക ഏതാണ്ട് 400-ന് മുകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വളരെ മോശം നിലയിലാണ് വായു ഗുണനിലവാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. 16 കേന്ദ്രങ്ങളിലും അതേ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിവിധ മേഖലകളിൽ, ഈ NCR മേഖലകളിലൊക്കെ തന്നെ വായു ഗുണനിലവാര സൂചിക 400-ന് മുകളിലാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ശ്വാസതടസ്സം, ഒപ്പം തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ കണ്ണെരിച്ചിൽ, അലർജി പോലുള്ള പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ആളുകൾ നേരിടുന്നത്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൂടുതൽ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തണമെന്നൊക്കെ ഡൽഹി സർക്കാരിനോടൊക്കെ വിവിധ രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. അതിൽ GRAP 3 വരെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വായു ഗുണനിലവാരം വളരെ മോശം നിലയിലേക്ക് പോകുമ്പോഴും 4ാം ഘട്ട നിയന്ത്രണങ്ങളിലേക്ക് എന്തുകൊണ്ട് കടക്കുന്നില്ല എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ ഈ വിവിധ മേഖലകളിൽ, NCR മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള മൂടൽമഞ്ഞ് കൂടി ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലകളിലൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള മൂടൽമഞ്ഞ് പല മേഖലകളിലും ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൃശ്യപരിധിയൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്നതിനൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടി ഉണ്ട്. അതിരൂക്ഷമായി വായു മലിനീകരണം തുടരുന്ന സാഹചര്യം തന്നെയാണ് ഡൽഹിയിലുള്ളത്. AQRate വായു ഗുണനിലവാര സൂചിക 400-ന് മുകളിലാണ് പല മേഖലകളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. 39 വായു ഗുണനിലവാര കേന്ദ്രങ്ങളിൽ 16-എണ്ണത്തിലും 400-ന് മുകളിലാണ് ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.